ദുൽഖറിന്റെ അടുത്ത് ഞാൻ ദുൽഖറിന് ഐഫൊക്കെ കഴിഞ്ഞ സമയത്ത് ഞാനൊരു മെസ്സേജ് അയച്ചു ഇങ്ങനെ ഫാസിൽ മുഹമ്മദാണ് ഫെമിനിസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കിനൊരു പരിപാടി കഥ പറയണമെന്നുണ്ട് പറഞ്ഞപ്പോൾ വേറെ കഥ പറയാം. അങ്ങനെ അപ്പോൾ മൂപ്പരാൾ എനിക്ക് അവിടുത്തെ സ്റ്റാഫിന്റെ നമ്പർ അയച്ചു സുജയുടെ. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ പറയുന്ന സമയത്ത് ഞാൻ പടത്തിന്റെ ട്രെയിലർ ഇതാണ് എൻ്റെ പടത്തിന്റെ ട്രെയിലർ എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു ഇത് ഇറക്കി വെച്ചു ഇല്ല എന്താ ഇറക്കത്തിന് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടില്ല ഇങ്ങനെ ആവുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രിയം തരുമോ വെച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു പ്രിയം. അവർ ഇമ്മീഡിയറ്റ് കണ്ടിട്ട് പറഞ്ഞ് അത് നമ്മൾ ചെയ്യാട്ടാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഓക്കെ. ഫെമിനിച്ചി ഫാത്തിമയുടെ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഡയറക്ടർ ഫാസിൽ, ആക്ടേഴ്സായ ഷംല ആൻഡ് കുമാർ സുനിൽ. ശരിക്കും കുമാർ തന്നെയാണ് പേരല്ലേ? കുമാർ സുനിൽ കുമാർ എന്നാണ്. കുമാർ സുനിൽ തിരിച്ചിട്ടതാ. സുനിൽ കുമാർ നല്ല മനുഷ്യൻ, അത് തല തിരിഞ്ഞ അങ്ങനെ കുമാർ സുനിലായി. ഫാസിൽ, സിനിമ കണ്ടിട്ട് തിയേറ്റർ നിറയെ കയ്യടിയും പൊട്ടിച്ചിരിയും ഒരു ഭയങ്കര ഗൗരവമുള്ള വിഷയം പറയുന്ന സിനിമയാണ്, പക്ഷെ ഭയങ്കര ലൈറ്റായി പറയുന്ന സിനിമയാണ്. അതിൻ്റെ ഒരു ഈസിനെസ് കണ്ട എല്ലാവർക്കും ഉണ്ടായിരുന്നു. എങ്ങനെയാണ് തിയേറ്ററിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ്? ഭയങ്കര നല്ല അഭിപ്രായമാണ്. ഇപ്പം നമുക്ക് IFFKയിൽ സ്ക്രീനിങ് ഉണ്ടായ സമയത്തും ഇതേപോലെ തന്നെ അവിടെയുള്ള ഓഡിയൻസും ഭയങ്കര അത് എൻജോയ് ചെയ്ത് അതിൻ്റെ എല്ലാ എലിമെൻറ്റ്സും ഫണ്ണും ഒക്കെ എൻ്റർടൈൻ ചെയ്തിട്ട് അവർ ഇറങ്ങിയത്. അതുപോലെ തന്നെ അതേ റെസ്പോൺസ് തന്നെ നമ്മളിപ്പോൾ ഇവിടെ പുറത്ത് വരുന്ന രണ്ട് ഓഡിയൻസ് വെച്ചിട്ട് വ്യത്യാസം ഉണ്ടല്ലോ. IFFK ഓഡിയൻസ് വരുന്നത് ഇവിടുത്തെ. അതെ, പക്ഷെ എനിക്ക് IFFK ഓഡിയൻസിൻ്റെ ഒക്കെ അപ്പുറത്ത് ഇവിടെ ഒന്നും കൂടെ അത് ആളുകൾക്ക് കണക്ട് ചെയ്യുന്ന അപ്പുറത്ത് ഒന്നുകൂടെ അവർ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും IFFKയിൽ ഇത് ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി സിനിമയാണ്. അപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇത് ഫെസ്റ്റിവലിൽ ഒതുങ്ങരുത്, തിയേറ്ററിലേക്ക് വരണം എന്ന്. അത് ഇപ്പോൾ ദുൽഖറിനെ പോലൊരു അവരുടെ ഒരു കമ്പനി അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വലിപ്പം കൂടിയിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ദുൽഖറിലേക്ക് എത്തിയെന്ന് പറയാമോ? ദുൽഖറിന്റെ അടുത്ത് ഞാൻ ദുൽഖറിന് IFFK കഴിഞ്ഞ സമയത്ത് ഞാനൊരു മെസ്സേജ് അയച്ചു ഇങ്ങനെ ഫാസിൽ മുഹമ്മദാണ് ഫെമിനിസ്റ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എനിക്കിനൊരു പരിപാടി കഥ പറയണമെന്നുണ്ട് പറഞ്ഞപ്പോൾ വേറെ കഥ പറയാം. അങ്ങനെ അപ്പോൾ മൂപ്പരാൾ എനിക്ക് അവിടുത്തെ സ്റ്റാഫിന്റെ നമ്പർ അയച്ചു സുജയുടെ. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ പറയുന്ന സമയത്ത് ഞാൻ പടത്തിന്റെ ട്രെയിലർ ഇതാണ് എൻ്റെ പടത്തിന്റെ ട്രെയിലർ എന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു ഇത് ഇറക്കി വെച്ചു ഇല്ല എന്താ ഇറക്കത്തിന് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടില്ല ഇങ്ങനെ ആവുന്നുള്ളൂ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പ്രിയം തരുമോ വെച്ച് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു പ്രിയം. അവർ ഇമ്മീഡിയറ്റ് കണ്ടിട്ട് പറഞ്ഞ് അത് നമ്മൾ ചെയ്യാട്ടാ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അവർക്ക് പടം ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അപ്പോൾ ഒന്നാമത് ഈ ഫാത്തിമ ഇപ്പോൾ IFFK കഴിഞ്ഞിട്ട് ഡിസംബറിൽ കഴിഞ്ഞിട്ട് ഇത്രയും സമയമായല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ പരിപാടിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഒന്നുകൊണ്ട് ഫൈനലോട്ട് എത്തുന്നില്ല. ഞാൻ പല ആളുകളുടെ അടുത്തും പോകുന്നു, സംസാരിക്കുന്നു, പക്ഷെ ഇതൊന്നും റിസൾട്ടിലൂടെ എത്തുന്നില്ല. ഫൈനലെത്തുമ്പോൾ ആർട്ടിസ്റ്റുകളില്ല. ചില ഒരാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു ഏജന്റിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കളിപ്പിച്ചിട്ട് കാര്യമില്ല, എന്തിനാ വെറുതെ മെനക്കെടുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അനുഭവം നമ്മൾ ഓൾറെഡി ഡൗൺ ആയി നിൽക്കായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ പുറത്ത് എത്തിക്കണ്ടേ, എങ്ങനെ എത്തിക്കണം. ആ കറക്റ്റ് സമയത്ത് ഒരു വെഫെയർ കിട്ടി. അപ്പോൾ വീണ്ടും നമ്മൾ ആ പഴയ ട്രാക്കിലെത്തി. പിന്നെ അവിടെ നിന്ന് കണ്ട് അവരുടെ വെഫെയറിൻ്റെ ഒരു സപ്പോർട്ട് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവരെന്നെ ഇപ്പൊ നമ്മളൊരിക്കും ഫാത്തിമ വെഫെയറിന്റെ ഒപ്പം സന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു മൊമെന്റ് ആയിരിക്കുമല്ലോ അല്ലെ? കാരണം ദുൽഖറിനെ പോലെ അത്ര ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രൊഡ്യൂസർ നിങ്ങൾക്ക് കൈപിടിക്കുക എന്ന് പറയുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് ചെയ്യുക, അത് വേറൊരു തരത്തിലൊരു കോൺഫിഡൻസ് കൂടി തരുന്നുണ്ടല്ലോ. അതായത് നല്ല സിനിമയാണെങ്കിൽ എങ്ങനെയെങ്കിലും വേദി ഉണ്ടാകുന്നുള്ളൊരു അല്ലെ, അങ്ങനെ ഒരു കോൺഫിഡൻസ് കൂടി തരുന്നു. ഉറപ്പായിട്ടും ഇപ്പൊ ലോകക്ക് ശേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പൊ ലോക പോലത്തെ ഒരു സിനിമ എത്ര ഹൈയിൽ നിൽക്കണം. അപ്പൊ നമ്മളെ പോലുള്ള ചെറിയ സിനിമകൾ സപ്പോർട്ട് ചെയ്യാൻ DQ മുന്നോട്ട് വരാന്ന് പറഞ്ഞത് പുതിയ ഫിലിം മേക്കർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു നമ്മളിപ്പോ ഈ 3 പേരാണെങ്കിലും നമുക്കൊരു എടുത്ത് പറയാൻ ഒരാളില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പറയാൻ DQ എന്നുള്ളതാണ്. അതെ. ആൻഡ് ഇതിലെ ഫെമിനിറ്റിയിലേക്ക് ഞാൻ പോകാം ആദ്യം. ഷംല, ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് കുറേ സ്ത്രീകൾ പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി എന്ന്. ഈ കഥാപാത്രം കേൾക്കുമ്പോഴേ എത്രത്തോളം റിലേറ്റബിൾ ആയിരുന്നു? ഫെമിനിറ്റി തന്നൊരു മാറ്റം എന്താ? ഫെമിനിറ്റി തന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റമാണ്. ഞങ്ങളിതേ ഈ പറഞ്ഞ പോലെ തിയേറ്റർ റിലീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് വലിയ സപ്പോർട്ടോട് കൂടി എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്കുള്ളൊരു സക്സസ് തന്നെയാണത്. അത് നല്ലൊരു ടീം എടുത്തിട്ട് റിലീസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ഫെമിനിച്ചിയും ഞാനും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ആക്ച്വലി എൻ്റെ ക്യാരക്ടറും ഈ ക്യാരക്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ കണ്ട് പരിചയമുള്ള മുഖങ്ങളാണ്. ഫെമിനിച്ചി ഫാത്തിമ, അതായത് ഫാത്തിമേൻ്റെ മുഖം ഞാൻ ഒരുപാട് പേരിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ
പാരൻസ്, പിന്നെ അതിന് മുന്നുള്ളവർ, അങ്ങനെ നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി എനിക്ക്. രണ്ടാമത്തെ സിനിമയാണല്ലോ അല്ലേ? അതെ, ഇത് രണ്ടാമത്തെ സിനിമ. ഈ നാട്ടില് പൊന്നാനിയിലായിരുന്നു ഷൂട്ടിംഗ്. അതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ് സൂറാത്ത. എല്ലാ ഫാത്തിമമാർക്കും സൂറാത്തനെ പോലെ ഒരാള് ലൈഫിലുണ്ടെങ്കിൽ കുറെയൊക്കെ പ്രശ്നങ്ങൾ തീർന്നത് നമുക്ക് തോന്നുന്നു. സമയത്ത് ഒരാള് കമന്റ് ഇട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും സൂറാത്തേനെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അതെ ഒന്ന് ലൈറ്റ് ആക്കാനും ഒന്ന് കൈപിടിക്കാനും അല്ലെ. അതും അവർ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അറിയാതെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഈ ഫാത്തിമയെ പോലൊരു ലേഡിക്ക് അത് കിട്ടുമ്പോൾ ഒരു ധൈര്യമൊക്കെ ഭയങ്കര, അത് നിങ്ങൾ ഭയങ്കര സട്ടിലായി കാണിച്ചു എന്നുള്ളത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അല്ല, അങ്ങനത്തെ റിലേഷൻ നമ്മളെ നാട്ടില് മിക്ക സ്ഥലങ്ങളിലും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അതേപോലെ ഇപ്പൊ ഇപ്പൊ ഫാത്തിമനെ പോലെ തന്നെ നമ്മളെ വീട്ടില് ചിലപ്പോൾ നമ്മളെ ഉമ്മമാരൊക്കെ നമ്മളെക്കാളും കൂടുതൽ കണക്ട് ആയി അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അടുത്തുള്ള അവർക്കായിരിക്കും നമ്മൾ അനുഭവിക്കുന്ന പെയിൻ എന്താണെന്നൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുക. അത് കറക്റ്റായിട്ട് പെട്ടെന്ന് കണക്ട് ആകും. അതെ അതെ. കുമാരേട്ടാ, ഞാൻ സുനിലേട്ടാന്ന് വിളിക്കണം, കുമാരേട്ടാന്ന് വിളിക്കാം, കുമാർജി വിളിക്കാം അല്ലേ? ഓക്കെ. ഈ കഥാപാത്രത്തിലെ ഈ ഉസ്താദിന്റെ പരിചയം ഉണ്ടായിരുന്നോ നേരത്തെ, ഇങ്ങനത്തെ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ? ഇല്ല, കൂടുതലായിട്ട് അറിയില്ല, കണ്ടിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ. അവരുടെ ജീവിത രീതികളോ ചുറ്റുപാടുകളോ അവരെ കുടുംബത്തിലേക്ക് പോയിട്ടോ ഒന്നും എനിക്ക് അവരുടെ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. അവർ ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. കാരണം അവർ സമൂഹത്തിൽ കാണുന്ന അവരൊന്നാമത് അവരുടെ ഡ്രസ്സ് നല്ല വെളുത്ത നിറത്തിൽ നല്ല കെട്ട്, എല്ലാവരോടും നല്ല ചിരിച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു, കുടുംബം നോക്കുന്നു, നമ്മൾ ബഹുമാനിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള അങ്ങനെയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. ഒരുപാട് സിനിമകൾ അതിനു മുമ്പ് ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും അല്ലെ, ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് പേര് ശ്രദ്ധിക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടിയ അപ്രീസിയേഷൻസ് എന്താ? ഞാൻ യാദൃശ്യമായിട്ട് എറണാകുളത്തൊക്കെ പല സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും പല സ്ഥലത്തും വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇന്ന ആളാണ് ഞാൻ എന്ന് പറയുക, അവരുടെ പേരൊന്നും പറയുന്നില്ല, ഇന്ന ആളാണ്, ഇന്ന സിനിമയുടെ ഡയറക്ടറാണെന്നുള്ള സമയത്ത് നമ്മൾ എന്താ വെച്ചാൽ ഒന്ന് കാണാനോ ഒന്ന് ആഗ്രഹിച്ചത്, നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മളോട് തിരിച്ച് റെസ്പോൺസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇല്ല, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ ഇപ്പം നമുക്ക് പരിചയമുണ്ട്. കുമാരേട്ടന് കിട്ടിയ വേറെ സംബന്ധം വെച്ചാൽ നമ്മൾ ലൊക്കേഷനിൽ ഉസ്താദിന്റെ വേഷമിട്ടാണ്ടിരിക്കുക. അപ്പൊ അവിടെയുള്ള ഫുൾ താത്തമാരും അവിടുത്തെ മുസ്ലിം ഏരിയ ആണ് മെയിനായിട്ട്. അപ്പൊ അവിടുത്തെ താത്തമാര് അത് റിയൽ ഉസ്താദാന്ന് പറഞ്ഞു അഭിമാനം കൊടുക്കുന്നതല്ല, വന്നിട്ട് സങ്കടം പറയലും മൂപ്പാള് സങ്കടം കേൾക്കലും മൂപ്പാള് ഇങ്ങനെ വഴി നടന്നിരുമ്പോ താത്തമാര് ഉസ്താദ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള എന്റെ സംഭവം താത്ത വന്നിട്ട് എന്തൊക്കെ സങ്കടമൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കുമാർജി. തിരിച്ച് ഞാൻ ഉസ്താദല്ല, അഭിനയിക്കാൻ അങ്ങനെ ഒന്നും പറയാറില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ അവരെന്തെങ്കിലും പറയുമ്പോ അത് കേട്ടിരിക്കും, അവര് വിഷമിക്കോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോ മാറ്റി പറഞ്ഞ വിഷമവർക്ക് ഭയങ്കര ഈ സ്വന്തം ജീവിതത്തിൽ ഉസ്താദോട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, നേരെ ഓപ്പോസിറ്റ് ആണോ? അല്ല, അങ്ങനല്ല. അതായത് ഈ ഭാര്യനെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കുക, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉള്ളിലും ഈ സാധനം കിടക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമ്മൾ എല്ലാവരുടെയും ബോധം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാകുക. പക്ഷെ കുറേയൊക്കെ ഞാൻ നേരത്തെ എല്ലാവരോടും പറയുന്ന പോലെ തന്നെ ഞാൻ തിയേറ്ററായിട്ട് അങ്ങനെ ബന്ധമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ക്യാമ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ചിട്ടകളുണ്ടൊക്കെയുണ്ട്. നമ്മളൊന്നിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം നമ്മൾ തന്നെ കൊണ്ടുപോയി കഴുകണം, അവിടെ കമഴ്ത്തി വെക്കണം, പിന്നെ ബാത്റൂം ക്ലീൻ നമ്മൾ തന്നെ ചെയ്യണം, പിന്നെ മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറണം. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ദവാസിലൊക്കെ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴുകണമെന്ന്. പക്ഷെ അവരെ അന്ന് സമ്മതിച്ചിട്ടില്ല മീനൊന്നും. നമ്മളെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ പറയും തെറ്റാ. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് കണക്ട് ചെയ്ത് പറയുന്നത് നമ്മളല്ല, ഓപ്പോസിറ്റുള്ള ആൾക്കാരും അതിന് നമ്മൾ റെഡി ആയാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റായിക കൂടിയുണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഉസ്താദുമാര് എന്നുള്ള പറഞ്ഞു ഇത് ഉസ്താദുമാര് ഇങ്ങനെയൊന്നല്ല ഉസ്താദുമാര് ഇതിലെ ക്യാരക്ടർ ഉസ്താദാന്നുള്ളൂ. പക്ഷെ എല്ലാ ആളുകളിലും ഉള്ളൊരു സ്വഭാവമാണ് നമ്മള് ഈ കുമാർജിയുടെ ക്യാരക്ടർ അഷ്റഫ് എന്ന് പറഞ്ഞുള്ളത് ജോലി ഉസ്താദ്. അതെ അതെ, തീർച്ചയായിട്ടും. അതൊരു എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ അയാളെ ഹാബിറ്റ് കൊണ്ട് അയാള് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളായി പോയതാണ്. അല്ലാണ്ട് അയാൾ വില്ലനോ അങ്ങനെയൊന്നുമല്ല. ഭയങ്കര സ്നേഹമുള്ള ഒരു ഹസ്ബൻഡാണ്. അയാൾ ശീലിച്ച ഒരു ശീലങ്ങളുണ്ട്. അത് ഇയാളുടെ മുന്നേ കാലങ്ങളിൽ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ ഉള്ള
ആളുകളുടെ ഒരു ഒരു ശീലിപ്പിച്ച ആ ശീലങ്ങളാണ് പുള്ളിനെ അങ്ങനെ ആക്കിയത്. Yes. പിന്നെ അയാളിപ്പോ നിങ്ങൾ പറഞ്ഞാൽ അയാളൊരു വില്ലനൊന്നല്ല, അയാള് ആ മാറ്റം ഉൾക്കൊള്ളുകയാണ് അവസാനം. അയാൾക്ക് ഈ മാറ്റത്തിന്റെ ഒപ്പം സഞ്ചരിക്കാൻ കഴിയാണ്ട് വന്നൊരു ഒരു ആളാണ്. അത് റിയലൈസ് ചെയ്ത് അത് തിരുത്താൻ ശ്രമിക്കാണ്. അയാൾ ആ മാറ്റത്തിലെ പാതയിലോട്ട് പോവാണ്. അതാണ് ഇതിൽ തന്നെ ഈ കഥാപാത്രത്തിന്റെ ഒരു ലെയർ മനസ്സിലാവുന്നത്. ഇപ്പം നിന്റെ മതത്തെ കൈവെക്കാൻ എനിക്ക് അറിയില്ലാണ്ടല്ല, പക്ഷെ എന്റെ മതം എന്നെ നേരെ തിരിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ മതത്തെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് അതേസമയം പേടിക്കുന്നുണ്ട് എന്നൊരു സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോഴേ പൊതുവേ എല്ലാവരും പറയുമല്ലോ ഈ ഇസ്ലാമോഫോബിയാണ്, ഇന്നത്തെ കാലത്ത് നമ്മൾ തിരിച്ചടിക്കാൻ വടിയിട്ട് കൊടുക്കരുത്, അങ്ങനെയാണ് ഇങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ പല ചർച്ചകളും വരിക. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇല്ല, ഞാൻ ഒരിക്കലും ഇതൊരു വിമർശനമായിട്ടൊന്നും ഞാൻ കണ്ടില്ല. വിമർശനം ഇസ്ലാം ഫോബിയ അങ്ങനെ ഞാൻ എന്റെ മതത്തേക്ക് തോന്നുന്നു ഞാൻ മതത്തിന് നല്ല കാര്യങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പോ നമ്മളിപ്പോ ഒരു പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാൽ ഇപ്പൊ മുസ്ലിം സ്ത്രീകൾ കുറച്ച് കാലങ്ങളായിട്ട് നേടി വരുന്ന ഒരു വളർച്ചയുണ്ട്. അത് എന്താ പറയുക, നമ്മൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ എവിടെ നോക്കിയാലും ഇവർ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്ന അപ്പൊ ഇവരൊരു വളർച്ച ഉണ്ട്. അവർക്കൊന്ന് കുറച്ച് കാലം മുന്നേ വരെ തോന്നുന്നു ഇവര് ഒരു അധികമായിട്ട് പുറത്തോട്ട് വരാൻ ഇപ്പൊ മുസ്ലിങ്ങൾ വളർച്ച. അപ്പൊ ഇതാണ് ബേസിക്കലി എന്നെ ചിന്തിപ്പിച്ച കാര്യം ഇതിലോട്ട്. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഞാൻ ഇത് ഇപ്പൊ പിന്നെ അതിൽ പറഞ്ഞ ഞാൻ ഇപ്പൊ ഒരു വിമർശനം പോലെ പറഞ്ഞ കാര്യങ്ങൾ അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മതത്തെ തിരുത്തുന്നുള്ളതല്ല, അതിൽ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന അനാചാരങ്ങളെ കൂടി അത് തിരുത്താന്നുള്ളത്. അത് വേറെ ആരും പറയുന്നില്ല. അപ്പൊ അത് പേരന്റ് ഇതിലൂടെ പറഞ്ഞു പോകുന്നുള്ളു. അപ്പൊ ഞാൻ അങ്ങനെ ഒരു പറയുമ്പോ അതൊരു ഇസ്ലാമോഫോബിക് ആണെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും സ്വയം വിമർശനം കൂടി ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ. അതാണ് എന്റെ വലിയ. പിന്നെ ഞാൻ ഏറ്റവും ഞാൻ അതിലെ എന്റെ മതത്തിന്റെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് എനിക്ക് പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഷംലയ്ക്ക് ഈ കഥാപാത്രം ആവാൻ ഉള്ളൊരു പ്രിപ്പറേഷനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, അതിലേക്ക് മാറാൻ ആയിട്ട് പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൾ ഉണ്ടായിട്ടൊരു 3 months ആയപ്പോഴാണ് ഫാസിൽ എന്നോട് ഈ കഥ പറയുന്നത്. അപ്പം ഞങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യട്ടെ, എനിക്കൊരു 6 months ആയിട്ട് ചെയ്യാം. എനിക്കാണെങ്കിൽ ഈ കഥ കേട്ടിട്ട് ഇത് വേണ്ടാന്ന് വെക്കാനേ തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെയാണ് ചെയ്തത്. ആ സമയത്ത് ശരിക്കും ഒരു 3 കുട്ടികളുടെ ഉമ്മയാണെന്നുള്ളൊരു ലുക്കാ. അപ്പൊ നല്ല തടി ഉണ്ടായിരുന്നു ഞാൻ. അപ്പൊ ഫിസിക്കലി എനിക്ക് ആ ക്യാരക്ടർ അത്യാവശ്യം നല്ല തടിച്ച് ശരീരമൊന്നും ശ്രദ്ധിക്കാതെ അവനവന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരു വേവലാതിപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഫിസിക്കലി എന്നെ കണ്ടപ്പോ തോന്നുന്നു. ഫിസിക്കൽ ആയിട്ടൊന്നും ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ഫാസിൽ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തു. ലൈക്ക് എന്താണ് വേണ്ടതെന്ന് ഫാസിന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് ബിഹേവ് ചെയ്യാനും കൂടുതൽ അങ്ങനെ പ്രിപ്പയർ ഒന്നും ചെയ്തില്ല, അപ്പൊ പറഞ്ഞിരുന്ന പോലെ ചെയ്തു. പിന്നെ നമ്മൾ ഷൂട്ടിലൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ ഈ ഷംലക്കാണെങ്കിൽ തന്നെ ഷംലയുടെ ചുറ്റും ഇതുപോലത്തെ ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഷംല തൃത്താലാണ് വീട്. അപ്പൊ ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആ ഷൂട്ട് ചെയ്ത വീട്ടിലെ ഇത്താരൊക്കെ അവർ ആക്ച്വലി നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പം അതങ്ങനെയാണോ അതങ്ങനെയല്ലല്ലോ അല്ലേ, അവര് പറഞ്ഞുതരും. മൊത്തത്തിൽ അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ആ ബെഡൊക്കെ തൂക്കുന്നില്ലേ, ആ ഫുൾ ഒറിജിനൽ ബെഡ് അല്ലേ? ഒറ്റയ്ക്ക് ബെഡ് എടുക്കുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിമിഷ്ടപ്പെടുന്നു നമ്മൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ശരിക്കും ബെഡ് അത് നല്ല വെയിറ്റ് ഉള്ള ബെഡായിരുന്നു. അതായത് നമ്മള് പൊക്കുമ്പോ നമ്മളെ അസിസ്റ്റന്റ് 3 പേര് പൊക്കണ ബെഡാണ്. എന്നിട്ട് ഒരാളെ കൊണ്ട് പിന്നെ നല്ല ആക്ച്വലി എനിക്ക് നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അത് നമ്മൾ അതിന്റെ വെയിറ്റ് കുറയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഫൈനൽ റിസൾട്ട് കിട്ടൂല. പിന്നെ വെറുതെ മുഖത്ത് ആവശ്യമില്ലാത്ത എക്സ്പ്രഷൻ ഒക്കെ കൊടുന്ന് വെയിറ്റ് ഒക്കെ അഭിനയിച്ച് ഞങ്ങള് പറഞ്ഞു ഒരു ഇതിമൊന്ന് കയറ്റണം, ഒരു കല്ലും അത് എടുത്ത് ഒറ്റടിക്ക് കയറ്റി. സിമ്പിളായിട്ട് അത്രയും യൂസ്ഫുൾ ആയ വെയിറ്റ്. സത്യം ഇത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ബെഡില്ലാത്ത വീട്ടുകാര് ആദ്യമായിട്ടൊരു ബെഡ് വാങ്ങുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടി മുറ്റത്ത് കൊണ്ട് വിരിച്ചിടുമ്പോൾ അവൻ ചാടി കിടക്കുന്നില്ലേ, അതുപോലെ ഒറിജിനലി അങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് കാണുമ്പോൾ പിന്നെ ആ വീട്ടിൽ മറ്റേ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ലേഡി ആ ബെഡ് കൊണ്ടുപോകുന്ന ആ മൊമെന്റ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നൂടെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങനെ ഭയങ്കര പല തലങ്ങളിൽ ടച്ച് ചെയ്യുന്ന ആ രീതിയിലൊരു സിനിമ കൂടിയായിരുന്നു. ഇപ്പോൾ
കുമാർജിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ എത്രയോ നാടകങ്ങൾ ചെയ്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ഈ നാടകത്തിൽ അഭിനയിച്ചതും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പേരായിട്ട് നേരിട്ട് സംവദിക്കാനൊക്കെ പറ്റിയതൊക്കെ ഒരു കഥാപാത്രമാണ് സിനിമയിലേക്കൊക്കെ വരുമ്പം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അത് ക്യാരക്ടറിനനുസരിച്ചിരിക്കും. ഇപ്പം ഈ സംഭവത്തിൽ ചിലതുണ്ടാകും, നമുക്ക് ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ യാതൊരു ബന്ധമില്ലാത്ത ക്യാരക്ടറായിരിക്കും. അങ്ങനെയുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടറൈസേഷൻ തന്നെ തിയേറ്ററിൽ തന്നെ ഒരുപാട് എക്സസൈസുകളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ട് അയാൾ എങ്ങനെയാണ് ചിരിക്കുക, അയാൾ എങ്ങനെയാണ് കരയുക, അയാൾ എങ്ങനെയാണ് നടക്കുക, അയാളുടെ മുഖത്ത് എങ്ങനെയാണ് എക്സ്പ്രഷൻ, അയാൾ നടക്കുന്നത് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി പഠിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് തന്നെ സ്ക്രിപ്റ്റിലെ കാര്യങ്ങളുണ്ട്. സ്ക്രിപ്റ്റിലെ കാര്യങ്ങൾ തന്നെ മാക്സിമം നന്നായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫാസിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത്ര തന്നെ അതിൽ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത്. ഈ ആ ഒരു മീറ്റർ ഉണ്ടല്ലോ, ഇപ്പൊ ഡയലോഗ് സംസാരിക്കുന്നതാവട്ടെ, അധികം ദേഷ്യം പാടില്ല, എന്നാൽ അധികം പാവല്ല, ആ ഒരു ഇടയിലൊരു മീറ്റർ ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്ത് അതിലേക്ക് എത്തുമായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയോട് തുടങ്ങിയതാണോ, എങ്ങനെയായിരുന്നു? പലപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് ഏറിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ ഏറിപ്പോകുന്ന സന്ദർഭങ്ങളുണ്ട്, കോമഡി കൂടുന്ന സന്ദർഭങ്ങളുണ്ട്. അവിടെ കൃത്യമായിട്ട് ആൾ കത്തിയേക്കും. അതിനെ നമ്മൾ ഭയങ്കര ഇതായിട്ട് നോക്കിയത്. കാരണം അതാ മീറ്റർ കറക്റ്റ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ഇസ്താനിന്റെ ക്യാരക്ടർ എന്താ നമ്മൾ വെച്ചിട്ടുണ്ട് തൂക്കാത്രത്തില്. അപ്പൊ ഇതിനൊന്നും അങ്ങോട്ടും പോവാതെ ഇയാളെ കീപ്പ് ചെയ്യണം. പിന്നെ ഇയാള് നേരത്തെ ഷംല പറഞ്ഞ മതത്തിന്റെ അപ്പുറം നിങ്ങളെ കൈ വെക്കാത്ത എന്താ മതം പറയുന്നില്ല, അതാണ് ഇയാളുടെ മീറ്റർ. അയാളങ്ങനെ ഒരു വില്ലനായിട്ട് നിൽക്കുന്ന ആളെന്നല്ല. അപ്പൊ ഇത് കറക്റ്റ് കീപ്പ് ചെയ്യണം പോണമെന്നല്ല. പിന്നെ ഫൺ മീറ്റർ ഈ മൂപ്പറാളെ നമ്മള് മാക്സിമം പിടിച്ചിട്ടുള്ള ഫൺ പരിപാടികൾ. അപ്പൊ അതും കളയരുത്. അപ്പൊ അങ്ങനെ കറക്റ്റ് ഗൈഡ് ചെയ്തിട്ട് നമ്മൾ പോയി. പിന്നെ കുമാർജിന്റെ സൈഡിൽ നിന്ന് ഒരുപാട് മൂപ്പറാൾ തന്നെ കുറെ സാധനം ഇടും. ചില സമയത്ത് നമ്മൾ ഷൂട്ടിന്റെ സമയത്തൊക്കെ കുമാർജിക്ക് ഒരു സീൻ പറഞ്ഞു കൊടുത്താൽ ആളുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് നമ്മളൊക്കെ ക്യാമറയുടെ ബാക്കിൽ ഫുൾ ചിരിയായിരിക്കും. ഫാസിൽ പറയും എന്ന് പറയും. അത് എത്ര ലെവലിലാ രസം പോകുന്നറിയാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളതുണ്ടല്ലോ, ഫാസിലിന് എവിടെ വരെയാണ് വേണ്ടത് അത് പറഞ്ഞു കൊടുത്താൽ പിന്നെ. പക്ഷെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. അഭിനയിപ്പിക്കാൻ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ബാക്കിന്ന് അപ്പൊ പൂക്കളിങ്ങനെ അപ്പൊ പൂക്കൾ അഭിനയിച്ച് കാണിക്കും. ഈ അഭിനയിച്ച് കാണിക്കുന്ന ആ ഒരു ഏരിയയിൽ ഭയങ്കര രസം. ഓക്കെ. ഈ പിന്നെ നാട്ടുകാരേക്ക് അഭിനയിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു സൗകര്യവും ചിലപ്പോൾ ഒരു അസൗകര്യവും ഉണ്ടായിരുന്നിരിക്കുമല്ലോ അല്ലെ? അവിടെ അതിൽ അഭിനയിച്ച പലരും ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ആയിരുന്നല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഞാൻ ട്യൂഷൻ കൂടെ ഒരു വെബ് സീരീസ് യൂട്യൂബിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറച്ച് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഞാൻ അഭിനയിപ്പിച്ച ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാണ്. അതായത് ഒന്നും പ്ലാൻഡ് അല്ല. ഞാൻ ലൊക്കേഷനിൽ പോകും, അവിടുന്ന് ഞാൻ കാണുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പരിപാടി. അപ്പൊ അതുപോലെ അഭിനയിച്ചൊരു ചേച്ചിയാണ് നമ്മളെ തൊട്ടപ്പുറത്തുള്ളൊരു ചേച്ചിയുണ്ട്. 37 ഞാൻ അതിൽ ഇതെങ്കിലും ഞാൻ ട്യൂഷനിൽ അഭിനയിച്ച എങ്ങനെ വെച്ചാൽ ഞാൻ ഒരു ആളങ്ങനെ വേണം ഒരു പാസിംഗിന് പോകാൻ വേണ്ടിട്ട്. ഞാൻ നോക്കുമ്പോൾ ചേച്ചി ഇങ്ങനത്തെ അലക്കുണ്ട്. അപ്പൊ ഞാൻ ഏതോ അഭിനയിക്കാൻ പറ്റിയ വിളിച്ചതാ. അങ്ങനെ വിളിച്ചു വന്ന് 37 അപ്പൊ ഡ്രസ്സൊക്കെ മാറ്റി ചേച്ചി മാക്സി കിട്ടും ഇങ്ങനെ അല്ലെങ്കിൽ അതുപോലെ വരുന്നതാണ്. 37 അങ്ങനെ വന്ന് അങ്ങനെ ചമ്മി. പിന്നെ 37 നമ്മളെ സ്ഥിരം വലിയ ക്യാരക്ടറായി ഫാത്തിമയിൽ അഭിനയിച്ച് അല്ലെ. അപ്പൊ ഇതുപോലെയായിരുന്നു ഞാൻ. ഇതേ ഒരു ഇതന്നെയായിരുന്നു എനിക്ക് പൊന്നാനി പോകുമ്പോഴും ഫാത്തിമ ലൊക്കേഷനിൽ പോകുമ്പോഴും എനിക്ക് അവിടെ നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് ഇതുപോലെ നമുക്ക് ആളുകൾ ഇല്ലാന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് പരിപാടി നമ്മൾ മുന്നേ ഇങ്ങനെ ഇന്ന പരിപാടി ഇന്ന വിളിക്കാം ആളെ വിളിക്കാം എന്നൊന്നും പ്ലാൻ ഇല്ല. ആ സമയത്ത് നമുക്ക് അടുത്ത ക്യാരക്ടറിന്റെ ആളായില്ലേ അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് ഓർഡർ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാം. ആരെ വിളിക്കുക അങ്ങനെ കാസ്റ്റിംഗ് നടക്കണേ. പിന്നെ ഞാന് എന്താ വെച്ചാൽ നിങ്ങളിത് ഇതാ ക്യാമറ ഇവിടെ നിങ്ങളിത് ആക്ഷൻ പറഞ്ഞാൽ അഭിനയിച്ചു അഭിനയിക്കുക അങ്ങനത്തെ ഒരു സാധനം കൊടുക്കാറില്ല. നിങ്ങൾ എന്താ നിങ്ങള് ഡയലോഗ്സിന് മുന്നൊന്ന് ഒന്ന് വളരെ നോർമലായിട്ട് എങ്ങനെ അത് അതിനെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ചെയ്യിപ്പിക്കാന്നുള്ളത് അതായത് ഞാനൊരു ഡയറക്ടറായിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കില്ല. നമ്മൾ അവരൊക്കെ കൂടി ഇന്നാക്കിയിട്ട് സംസാരിക്കും. അപ്പൊ അതുണ്ട് ഭയങ്കര വർക്കാവും. അപ്പൊ അതിനൊരു ഒരു നാച്ചുറാലിറ്റി അതൊക്കെ വരും. ഞാൻ ഡയറക്ടറാണോ ആക്ഷൻ കട്ട് പറഞ്ഞു ഇവരുണ്ട് കോൺഷ്യസ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും. ഇതില് ആൾക്കാർ അഭിനയിച്ചവരെ കണ്ടാൽ ആദ്യമായിട്ട് ചെയ്യാന്നൊരു അങ്ങനെ ഒരു പകപ്പോ ഒന്നുമില്ല, പെർഫെക്റ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അഭിനയിച്ചതിന്റെ ആ ഒരു ഇന്നസെൻസ് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം അവർ വേറെ ഒന്നിനെ കുറിച്ച് ബോധമൊന്നും അല്ലല്ലോ. ഇതിനകത്ത് തന്നെ പർദ്ദയിട്ട ഫെമിനിസ്റ്റോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പലപ്പോഴും ഈ ഫെമിനിസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് ഭയങ്കരമായിട്ട് മിസ്റ്റേക്ക് ചെയ്യപ്പെടുന്ന ഒരു കോൺസെപ്റ്റാണ്. അതിൽ തന്നെ ഈ പർദ്ദ എന്ന് പറയുമ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള എങ്ങനെ ഫെമിനിസ്റ്റായി എന്നൊക്കെയുള്ള ചർച്ചകൾ വരാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പം മനസ്സിലൊരു ചിന്ത ഉണ്ടല്ലോ, ഇപ്പം വേറെ തരത്തിൽ ഇതിനെ തിരിച്ചുപയോഗിക്കുമോ അങ്ങനെയൊക്കെ ആലോചന ഉണ്ടായിരുന്നോ? വേറെ തരത്തിൽ ഉപയോഗിക്കുമെന്നുള്ളത്
അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ബ്രേക്കപ്പ് ഇടുക എന്നുള്ളത് എനിക്ക് ആ ഒരു പോയിന്റിനോട് ഞാൻ നോക്കുന്നില്ല. പിന്നെ ഇപ്പോൾ ഫെമിനിസ്റ്റ് ഫാത്തിമയിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീക്ക് വേണ്ട ബേസിക് സാധനങ്ങളാണ്. അതാണ് ഇപ്പോൾ ഫാത്തിമക്ക് വേണ്ട ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. എല്ലാവർക്കും പലർക്കും പല രീതിയിലാവുമല്ലോ. ഫാത്തിമ എങ്ങനെ ഫെമിനിസ്റ്റ് ആയി എന്നുള്ളതിൻ്റെ പോലെ അവർക്ക് ഏറ്റവും ബേസിക് വേണ്ട സാധനങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ നമുക്ക് എന്താണ് ആഗ്രഹം, നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ എന്താണ്, ഇതാണ് നമുക്ക് വേണ്ടത്. അതിൽ തന്നെ ഒരു നിങ്ങൾ ടച്ച് ചെയ്തിട്ട് പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഒരു സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് എത്ര അത്യാവശ്യമാണ്, അതില്ലാത്തടത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അപ്പം ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം ഇങ്ങനെ സറ്റയറായി പറയാം എന്ന് തന്നെ ആയിരുന്നു ആദ്യത്തെ ചിന്തയും അല്ലേ? ഉറപ്പായിട്ടും. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മളൊരു പടം, ഞാനിപ്പോൾ പടം പ്ലാൻ ചെയ്യുമ്പോൾ ഇന്നൊരു അവാർഡ് സിനിമയാണ്, നമുക്ക് അവാർഡ് രീതിയിൽ എടുക്കാം, അങ്ങനത്തെ ഒരു മുൻധാരണ നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സിനിമ ചെയ്യുക, അത് എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പരിപാടി. അപ്പോൾ എനിക്ക് ഈ ആ ഒരു ഫൺ മീറ്റിൽ കഥ പറയണം എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആൾക്കാരെ ഇന്നാക്കണം, അതിൽ അവർ ചിരിക്കണം, അതിന്റെ ഫാത്തിമയുടെ ഇമോഷൻസ് അവർക്ക് കിട്ടണം. അപ്പൊ എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു സിനിമ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഇപ്പൊ തിയേറ്ററിലോട്ട് വരുമ്പോൾ ഞാനിതൊരു തിയേറ്ററിലോട്ടുള്ള പടം എന്ന രീതിയിൽ തന്നെയാണ് ഞാനിതിനെ മനസ്സിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിന്റെ റിസൾട്ട് ഇപ്പൊ 2 ഷോ കഴിഞ്ഞപ്പോൾ IFFKയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ സ്കൂട്ടറിൽ ബൈക്കിൽ ഒരു പയ്യൻ അപ്പുറത്തെ വീട്ടിലെ അവരെ സൂറത്തയുടെ മോളെ കൊണ്ടുവിടുന്ന ആ സീൻ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു പെർഫോമൻസ് അതെ, ആ ഒരു സീൻ ഡിസൈൻ അതൊക്കെ ലൈവിലുണ്ടായ സംഭവങ്ങളാണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ. അതിപ്പോ നേരത്തെ സ്ക്രിപ്റ്റില് ഇതിന്റെ ബേസിക് സ്ക്രിപ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇതിന്റെ എഡിറ്റർ. ഇപ്പൊ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത സാധനം ഞാൻ അന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പിറ്റേ ദിവസം നമ്മൾ എഴുതിച്ച സ്ക്രിപ്റ്റ് വീണ്ടും വർക്ക് ചെയ്യും. ഈ എഡിറ്റ് നോക്കിയിട്ട് വർക്ക് ചെയ്യും. ഞാൻ എഡിറ്റർ, ഞാൻ തന്നെ അത് രാത്രി എഡിറ്റ് ചെയ്ത് കണ്ട് നാളേക്ക് എടുക്കാനുള്ള സാധനങ്ങൾ എഴുതും. ഇപ്പൊ നമ്മൾ എഴുതിച്ച സാധനം ഉണ്ട്, അതിനപ്പുറത്ത് വീണ്ടും അത് ഞാൻ കറക്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു ദിവസം 20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തപ്പോ 20 ദിവസം എൻ്റെ സിനിമ എഡിറ്റ് ചെയ്ത സിനിമ എൻ്റെ ഉണ്ട്. അപ്പൊ ഞാനിതുപോലെ എഡിറ്റ് ചെയ്ത് കഥ എഴുതി പിറ്റേ ദിവസം ഷൂട്ട് ചെയ്ത്, അപ്പൊ അങ്ങനെ ഇതിന്റെ പരിപാടി വന്നത്. അപ്പൊ നമുക്ക് എഡിറ്റ് കണ്ടോണ്ട് പുതിയ പുതിയ സീനുകളും ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് മാറ്റി വരുത്താനും എല്ലാം ഒക്കെ ചെയ്യാം. ഈ ഒരു സാധനം പറയാറുണ്ടല്ലോ, ഒരു എഡിറ്റർ അഭിനയിപ്പിക്കുമ്പോൾ കറക്റ്റ് ആ കട്ടിനും ഇതിനിടയ്ക്ക് കറക്റ്റ് ഇന്ന സമയത്ത് ഇത്ര ഷോട്ട് മതി എന്നൊക്കെ ഉള്ളൊരു ചിലര് അങ്ങനെ ചെയ്യിക്കാറുണ്ട്. ഒരു സ്വാതന്ത്ര്യം തരാതെ ഒരു എഡിറ്ററും കൂടി സംവിധാനം ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് സംവിധാനം ചെയ്യണ പോലെ തോന്നിയിട്ടില്ല. അങ്ങനെ പറഞ്ഞ പോലെ ബഹളപരമായിട്ടുള്ളൊരു അന്തരീക്ഷമില്ല, ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയായിരിക്കും. കൃത്യമായിട്ട് സെറ്റിലെത്തിയിട്ട് കൃത്യമായിട്ട് ടൈമിന് അങ്ങനെ ഒന്നുമില്ല. നമ്മൾക്ക് അവിടെ സ്ക്രിപ്റ്റ് ലൊക്കേഷൻ എന്നാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം വായിച്ച സ്ക്രിപ്റ്റിൽ നിന്ന് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ട് പറയാനുള്ള ഡയലോഗിൻ്റെ സ്ക്രിപ്റ്റ് തരുന്നത് നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം തരിക ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യുള്ളൂ. അതിൻ്റെ മുന്നേ 2-3 പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് റിഹേഴ്സൽ ചെയ്യിപ്പിക്കും. റിഹേഴ്സൽ വെച്ച് വല്ലാതെ കാണാതെ പഠിച്ച് അതേമാതിരി പറയാനൊന്നും നോക്കില്ല. അത് മതി എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ പെട്ടെന്ന് തന്നെ നോക്കി വന്ന് പിന്നെ ക്യാമറയിലൂടെ കണ്ടിട്ടാണ് പിന്നെ മാറ്റങ്ങൾ ഒന്നും കൊണ്ടുവന്ന് വെച്ചാൽ ചെയ്യുക. ഈ ഒരുപാട് ഏകാംഗ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വീടുകളിലൊക്കെ പോയി വീടിന്റെ മുറ്റത്തൊക്കെ നാടകം, അതെന്താ സംഭവം? ഞാൻ ആദ്യമായിട്ട് കേൾക്കായിരുന്നു. അതെ, ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നാടകത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്ത് എനിക്ക് സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ സ്കൂൾ ഡ്രാമയിലെ കൊണ്ട് ആരെങ്കിലും എനിക്ക് നാടകം പഠിപ്പിച്ചു തരാനൊക്കെ വേണ്ടിയിട്ട് അന്ന് ചെറുപ്പകാലത്തിലൊക്കെ ഞാൻ തൃശ്ശൂരിലൊക്കെ ട്രെയിൻ ഇറങ്ങിയിട്ടൊക്കെ അന്വേഷിച്ചു പോകും സ്കൂൾ ഡ്രാമയൊക്കെ. അപ്പോഴാണ് അവിടുത്തെ പറഞ്ഞ് നല്ല പൈസ ചിലവൊക്കെ ഉണ്ടത്. പിന്നെ നാട്ടിൻപുറത്തുള്ള ക്ലബ്ബുകളൊക്കെ ഉള്ളത് കൊണ്ട് കൂട്ടുകാരെയൊക്കെ വൈകുന്നേരം സൈക്കിൾ എടുത്ത് പോയിട്ട് കൂട്ടിക്കൊണ്ടുവരും. കോഴിക്കോട് പല ബുക്ക് സ്റ്റാളിലും പോയിട്ട് പുസ്തകങ്ങളൊക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാടകങ്ങൾ വായിച്ചിട്ട് അതിന് ഇഷ്ടപ്പെട്ട നാടകം കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരും. അങ്ങനെ ഓരോ വർഷവും നാടകം ചെയ്ത് ഈ കൂട്ടായ്മ ഇല്ലാണ്ടാവുക. നമുക്ക് വേണ്ടിയിട്ട് മാത്രം നാടകം ചെയ്യുന്ന പോലെ. നാടകം പഠിച്ചപ്പോൾ നാടകം കളിക്കാൻ വിളിക്കണമില്ല. അപ്പോഴാണ് കുളിർ മാഷ് പറഞ്ഞ വീടുകളിൽ പോയി കളിച്ചു വെക്കണം. വെറുതെ പറഞ്ഞതാണ്. അത് സീരിയസ് ആയിട്ട് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാൻ നേരെ കാസർഗോഡേക്ക് ട്രെയിൻ കയറി. ഒരു ചെറിയൊരു സൈഡ് സഞ്ചരിച്ചിട്ട് കാസർഗോഡ് ഇറങ്ങി ട്രെയിൻ ഇറങ്ങി 2001 കേട്ടോ. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്നൊരു വീട്ടിലെത്തി. ആ വീട്ടുകാരോട് വെച്ച് നാടകം കളിക്കട്ടെ.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നാടകങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ വീട്ടുകാര് അത് റിസീവ് ചെയ്യുമല്ലേ? പല രീതിയിലുണ്ടായിരുന്നു, പല വീട്ടുകാരും പല രീതിയിലായിരുന്നു. ചിലർ പിന്നെ ഞാൻ നാടകം കളിക്കട്ടെ നോക്കുമ്പോൾ ഒന്ന് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ഡോറിലാണല്ലോ നിൽക്കുക, അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് എവിടെ വണ്ടി, നാടകത്തിന് വണ്ടി എവിടെ, നാടകത്തിന് വണ്ടിയൊന്നുമില്ല. അപ്പോൾ ഈ സ്റ്റേജൊക്കെ ഇട്ടുണ്ട്, അവന് സ്റ്റേജൊന്നും വേണ്ട, കൂടുതലുള്ള ആളുകളെവിടെ വെച്ച് കൂടെ ആളുകളില്ല, അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് കളിക്കും, നിങ്ങൾ ഉമ്മറത്തുനിന്ന് കളിക്കുന്നത് മനസ്സില്ലാ മനസ്സോടൊക്കെയാണ് തരിക. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ അപ്പോഴേക്കും ആളുകൾ കൂടും, ആളുകൾ ഇവർ ഈ ചിലപ്പോൾ വീട്ടുകാർ സംസാരിക്കും, അടുത്തുള്ള വീട്ടുകാർക്ക് ആരാണതെന്ന് ചോദിക്കും, ഏതോ ഒരു ചങ്ങായിയാ നാടകം കളിക്കാൻ വന്നൂടെ, പറഞ്ഞു വിട്ടേക്കിടോ എന്നൊക്കെ പറയും. അപ്പോൾ ചില പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ എന്നാൽ ഞാൻ പോവുകയും ചെയ്യും. രാവിലെ വീട് നോക്കിയിട്ട് രാത്രി കക്കാൻ അങ്ങനെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പല സംശയം ഉണ്ടാവും, ഒരു ഇതില്ല. ഞാനാണ് അന്ന് മുടിയാണെങ്കിൽ പറ്റ വെട്ടി കഴിഞ്ഞ് ആ ഫോട്ടോസൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഇപ്പോൾ ഉണ്ട്. അങ്ങനെയാണ് ഒറ്റയാൾ നാടകത്തിലേക്ക് വന്നത്. പക്ഷേ നാടകം കളിച്ച് തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് എവിടെ നാടകം കളിക്കാനും എവിടെ അഭിനയിക്കാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. അതോടൊപ്പം തന്നെ ഞാൻ നാടകം കളിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ നാടകം കണ്ട ആളുകൾ ആ നാട്ടിലുള്ള ചിലപ്പം ക്ലബിൻ്റെ വാർഷികമൊക്കെ വരില്ല, അപ്പോൾ അവരെന്നെ വിളിക്കും. അന്ന് ലാൻഡ് ഫോണാണ്, അന്ന് വിളിക്കും, അന്ന് നിങ്ങൾ കളിച്ച നാടകം ഞങ്ങൾ ക്ലബിന് വേണ്ടി കളിച്ചോളൂ എന്നൊക്കെ പറയും. അങ്ങനെ വന്നു. അങ്ങനെ തിരുവനന്തപുരം ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് സൂര്യ ഫെസ്റ്റിവൽ. സൂര്യ ഫെസ്റ്റിവലിൽ നിന്ന് കോൾ വന്നു 10 ദിവസം 10 പ്ലേ ചെയ്യാൻ, 10 ഡിഫറൻസ് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വീട്ടിലൊക്കെ നാടകം പോയി കളിച്ചു കഴിഞ്ഞാൽ അവരൊന്നും പൈസന്റെ അപ്പുറത്ത് ഫുഡ് ഇതൊക്കെ കൊടുക്കുക, അങ്ങനെയാണ് അവിടുന്ന് പൈസ കിട്ടില്ല. വീട്ടിൽ കളിക്കുമ്പോൾ അത്രത്തോളം കിട്ടില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുന്ന ആളുകളൊക്കെ ഉണ്ടോ, കലാകാരന്മാരെ തിരിച്ചറിയുന്നവരുണ്ടോ. ആദ്യത്തെ നാടകം കഴിഞ്ഞാൽ നാരങ്ങവെള്ളം ചിപ്സും ഉണ്ടാവും, അത് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇനി നാടകം ഉണ്ടാക്കിയ രണ്ടാമത്തെ നാടകം കഴിയുക. അതൊക്കെ കഴിയുമ്പോഴേക്ക് വൈകുന്നേരം തുടങ്ങിയത് അത് 9:30 കഴിയാൻ, പിന്നെ ലക്ഷ്യമായിട്ട് ഇങ്ങനെ നടക്കും. അതാ ഈ പാഷൻ ഫോർ ആർട്ട് എന്നുള്ളത് ആൾക്കാരെ എവിടെയൊക്കെ എത്തിക്കും അല്ലേ? ഒരു ദിവസം 9 നാടകം കളിച്ചില്ലേ ഒരു ദിവസം? അന്നൊന്നും ക്ഷീണല്ലായിരുന്നു എനിക്ക്. എന്തുമാത്രം എനർജി വേണമല്ലേ, ഇത്രയും ശബ്ദം എടുക്കണം, അതിനൊക്കെയുള്ള ഫലം കാണും. എപ്പോഴും കുറവില്ല. ഈ സിനിമയിലേക്ക് നമ്മൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ആളുകളെ നമുക്ക് പരിചയമുണ്ട്. നേരിട്ട് നമ്മുടെ ഫാമിലിയിൽ അല്ലെങ്കിലും ഡിസ്റ്റൻറ്റ് ഫാമിലിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അയൽപക്കത്താണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് പേരെ പരിചയമുണ്ടല്ലോ. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് അങ്ങനെ ആരെങ്കിലും ഇതുമായി സാമ്യപ്പെടുത്താവുന്ന ആൾക്കാരൊക്കെ വിളിക്കുകയോ എന്തെങ്കിലും സംസാരിക്കും അങ്ങനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ IFFK ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേച്ചി പോലീസിലായിരുന്നു, ഹസ്ബൻഡ് കല്യാണം കഴിച്ചിട്ട് 16 വർഷം കഴിഞ്ഞപ്പോൾ അയാൾ ഉപേക്ഷിച്ച് പോയി, ഇത് വേറൊരു സ്ത്രീനെ കല്യാണം കഴിച്ചു. ഈ ചേച്ചി ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇയാളെ നോക്കി ഇരുന്നു, നല്ലൊരു പ്രൊഫഷൻ ഉപേക്ഷിച്ചിട്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, മോളെ എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ, ഈ സിനിമ കണ്ടിട്ട് ഞാൻ അത് ആലോചിക്കുമ്പോൾ ഞാൻ എന്തിനാണ് എൻ്റെ ആ 16 വർഷങ്ങൾ അയാൾക്ക് വേണ്ടി കളഞ്ഞത് എന്നാണ് ഓർക്കുന്നത്. അപ്പം നമുക്ക് ലൈവ് റെസ്പോൺസ് അപ്പം തന്നെ ഒരുപാട് പേരെടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും സംബന്ധിച്ചാൽ ഞാൻ ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ പടം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പടം കളിച്ച് കഴിഞ്ഞിട്ട് ഒരു ചേച്ചി പ്രായ ചേച്ചിക്കൊണ്ടിരുന്ന കെട്ടിയിട്ട് പിടിച്ച് ഒരു 30 ഭയങ്കര നമുക്ക് ആ കെട്ടിപ്പിടുത്തിൽ നമുക്കൊരു ഇത് 37 ഇമോഷൻ കട്ട് കിട്ടി, 38 പോക്കൊണ്ട് പോയി. അപ്പം എനിക്ക് തോന്നുന്നത് വെച്ചാൽ എനിക്ക് ഇതുപോലെ ഫാത്തിമ ഇതുപോലെ അഷ്റഫിന്റെ അടുത്തൊരു വാക്കോ അല്ലെങ്കിൽ തിരിച്ച് പറയാൻ കഴിയാത്ത ഒരാളായിരിക്കാന്ന് വിചാരിക്കണം. അത് കണ്ടപ്പോ അവരെ തന്നെ തിരിച്ചറിയാം. പിന്നെ ഉണ്ടായത് സംബന്ധിച്ചാല് ഞാൻ എന്റെ താത്താന്റെ ഡയലോഗ് കടന്നു തുടങ്ങുന്നത്. അപ്പൊ പടം കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചെടുക്കും, ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല വാക്കുകളാണല്ലോ. അപ്പൊ അതന്നെ ഞാൻ നേരെ തിരിച്ചോ? അതായത് ചിലരുണ്ടാവില്ല, ഇതിപ്പം അനാചാരങ്ങൾക്കെതിരെയാണ് പറയുന്നത് എങ്കിൽ കൂടി അത് മനസ്സിലാകാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ എന്തെങ്കിലും റെസ്പോൺസ് വരികയോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഫുൾ ഇങ്ങനത്തെ ആൾക്കാരാണ്, ഫാത്തിമമാരെ പോലത്തെ ആൾക്കാരാണ്. അപ്പൊ ഇവരുടെ ഇടയിലാണ് ഇത്ര സീനുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഇവരുടെ റിയാക്ഷൻ നോക്കുക, അപ്പൊ ഇവര് അത് ആസ്വദിക്കുക ചെയ്യുമ്പോൾ അത് വർക്കാവുന്നുള്ള സാധനമായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഉസ്താദിന്റെ സീൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പരിഹസിക്കുന്ന സീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വിമർശിക്കുന്ന സീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും ഈ മുസ്താത്തമാരാണ്. അപ്പൊ ഇവർക്കിത് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇവര് നമ്മള് ഇങ്ങനെ പണ്ട് ചെയ്തതാണല്ലോ സാധനം ഇവര് കിട്ടിയിട്ട് ഇവര് ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു പോയിന്റ് കിട്ടാൻ വേറെ രീതിയിലല്ല ഇതിനെ. ദുൽഖറിനോട് വേറെ കഥ പറയാൻ വേണ്ടിയാണല്ലോ അപ്രോച്ച് ചെയ്തത്, ആ കഥ എന്തേ? അല്ല അതിങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല. ഓക്കെ. അല്ല ഇതിന് ശേഷം അടുത്ത പ്രോജക്റ്റുകളുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടോ, എങ്ങനെയാ? ഞാന് പരിപാടികളുടെ
ശ്രമത്തിൽ തന്നെയാണ്. ഓക്കെ. ഈ സിനിമ ഞാൻ നമ്മളോട് തന്നെ ജയരാജ് സാർ സംസാരിക്കുമ്പോൾ പറയായിരുന്നു, നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ അത്യധികമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പൈസ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇത് ഇപ്പൊ ഫാസിലിന്റെ കഥ കേൾക്കുമ്പോൾ അതൊരു എക്സാമ്പിളാണ്, സത്യമാണെന്ന് തോന്നുന്നു അല്ലേ? ഇഷ്ടമുള്ള സിനിമ ചെയ്യാൻ വേണ്ടി എല്ലാവരും കൂടി അങ്ങ് കച്ചകെട്ടി ഇറങ്ങാന്നുള്ളത്. ബേസിക് സാധനം എന്നുള്ളത് എൻ്റെ ഞാനൊരു 8 കൊല്ലത്തോളം ഇവിടെ സിനിമ ചെയ്യാന്നുള്ള പ്ലാനിൽ വന്നിട്ട് ഇങ്ങനെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സിനിമയെങ്കിലും ഇപ്പം ഞാൻ ഏകദേശം ഇങ്ങനെ മടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു സിനിമയെങ്കിലും ചെയ്യണമല്ലോ എന്നിട്ട് ഇത്ര കാലം ഇതിന് പിന്നാലെ നടന്നതല്ലേ, അപ്പോൾ ഒരു സിനിമയിൽ ചെയ്ത് നിർത്താന്നുള്ള പ്ലാൻ. അപ്പോഴും ഒന്നും സിനിമ ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ അടുത്തൊരു തീരുമാനം എന്ത്, നമുക്ക് ഒരു സിനിമ കൊണ്ട് ചെയ്യാം എന്നുള്ള പരിപാടി, അതാണ് ഫസ്റ്റ് ചിന്ത. അപ്പം അങ്ങനെ ചെറിയ സിനിമ ചെയ്യാം, ആർട്ടിസ്റ്റ് ഒന്നും വേണ്ട, നമുക്ക് നല്ലൊരു കഥ ഉണ്ടാക്കി ചെയ്യാം. അപ്പം അവിടുന്ന് തുടങ്ങിയ സംഭവമാണ്. ഞാൻ എൻ്റെ ഫാദർ പ്രിൻസിപ്പളും പറയാറുണ്ട്, ഇപ്പോൾ എറണാകുളത്ത് വന്നിട്ടും അവിടെ വന്നിട്ട് ഇവരിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസർ തപ്പി എടുക്കുന്ന ആർട്ടിസ്റ്റിന്റെ പിന്നാലെ പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം അതിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാ, ഞാനിപ്പോൾ ഫാത്തിമ ചെയ്തത് അതുപോലെ നിങ്ങൾക്കും ചെയ്യാം എന്നുള്ളത്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് ഫാത്തിമ ചെയ്തത്. വളരെ ലേറ്റ് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന ബഡ്ജറ്റിലൊക്കെ ചെയ്യാൻ പറ്റും. അത്രയും ബഡ്ജറ്റിന്റെ അപ്പുറത്ത് ഞാൻ ഈസി ആയിട്ട് ചെയ്ത്. എനിക്ക് ഞാൻ ഇപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, ഒരു ക്യാമറമാനെ വെയിറ്റ് ചെയ്യണ്ട, അവരൊന്നുമില്ല, ഇതൊന്നും വന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ നിന്നിട്ട് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. അത് സിനിമ ആസ്പിറേഷൻ ഉള്ളവർക്ക് ഭയങ്കരമായ മോട്ടിവേഷൻ ആണത്. കാരണം പെർസിവറൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊരു സാധനം. ഷംനയ്ക്ക് ഇനി ഈ സിനിമയിൽ തുടരുക, അഭിനയം ഭയങ്കര ഇഷ്ടമുള്ള വിഷയമാണോ? എനിക്ക് മീഡിയ ഫീൽഡ് നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ലിറിക്സ് ഒക്കെ എഴുതിയിട്ട് സിനിമയിൽ ഒരു സോങ് ഒക്കെ വന്നാൽ തന്നെ അടിപൊളിയാണ് എന്നായിരുന്നു. പക്ഷെ എനിക്ക് 1001 നുണകളാണ് എൻ്റെ ഫസ്റ്റ് സിനിമ. അതിൽ അഭിനയിച്ച ശേഷം എനിക്ക് ഇഷ്ടമായി സിനിമ, അഭിനയം ഇഷ്ടമായി. ഇത് കഴിഞ്ഞപ്പം ഇനി സിനിമകൾ കൂടുതൽ കിട്ടിയാൽ ചെയ്യും. ഇഷ്ടമാണ്, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ് സിനിമ ചെയ്യാൻ. രസമുണ്ട് അല്ലേ? ലിറിക്സ് ഒക്കെ നന്നായിട്ട് എഴുതും. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇതില് മറ്റേ സൂറത്ത് പാടുന്ന പാട്ടില്ലേ, മറ്റേ ദുബായിക്ക് സൂറത്താന്റെ സ്വന്തം പാട്ടാണ്, നല്ല രസമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ സിനിമ വലിയ ഹിറ്റ് ആവട്ടെ തിയേറ്ററിലും. IFFK പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയതുപോലെ അതിനുശേഷം നിരവധി അവാർഡുകൾ കിട്ടി. തിയേറ്ററിൽ വലിയ ഹിറ്റ് ആവട്ടെ, ആൾക്കാർ കണ്ട്. താങ്ക് യു സോ മച്ച്.